ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വീഡിയോ സംസാരിക്കാൻ പോകുന്ന ഡയബറ്റിക് നോൺ ഹീലിംഗ് അൾസർ എങ്ങനെ മാനേജ്. അതിൻ്റെ ഒരു സീരീസ് ഓഫ് ടോക്കാണ്. ഇതിൻ്റെ 8ാമത്തെ ഒരു ടോക്കാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി. അതായത് നമ്മുടെ വലിയ അൾസർ, വലിയ മുറിവാണ്, കരിയുന്നില്ല. അപ്പോൾ അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ് NPWT എന്ന് പറയും, നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി. ഞാൻ ഡോക്ടർ തോമസ് ജോസഫ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ഡയബറ്റോളജിസ്റ്റ്, കാർമൽ മെഡിക്കൽ സെൻ്റർ, പാല. ഇത് പലപ്പോഴും നമ്മൾ വലിയ മുറിവുണ്ട്, കുറച്ച് സ്കിന്ന് നല്ല ലോസ് ഉണ്ട്, കാലിൻ്റെ അടിഭാഗം അല്ലെങ്കിൽ കാലിൻ്റെ മുകൾ ഭാഗം നല്ല ലെവലുള്ള സ്കിന്ന് പോയിട്ടുണ്ട്, ഒരു നല്ല പഴുപ്പ് കയറി, അത് ശ്രദ്ധിക്കാൻ നടന്നു. അപ്പോൾ സർജൻ്റെ അടുത്ത് വന്നപ്പോൾ നന്നായിട്ട് തിയേറ്ററിൽ കൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്ത് മോശപ്പെട്ട ടിഷ്യൂസ് എല്ലാം, സ്മെല്ലുള്ള ടിഷ്യൂസ്, കളർ ചേഞ്ച് ടിഷ്യൂസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി. ഇപ്പം കുറേ ഏരിയ ഇങ്ങനെ തുറന്ന് കിടക്കുകയാണ്, നല്ലതായിട്ട് പഴുപ്പ് വരുന്നുണ്ട്, നന്നായിട്ട് ഇതുകൊണ്ട് വെള്ളം എടുക്കുന്നുണ്ട്. നമ്മൾ പല പാട് വെച്ചിട്ടും പറ്റുന്നില്ല. അപ്പം ഡെയിലി ഡ്രസ്സ് ചെയ്ത് നമ്മൾ മടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഈ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് നമുക്കൊരു വാക്കം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നമ്മളൊരു വാക്കം ഒരു ഇത്തലോട്ട് നമ്മൾ ഈ ഡിബ്രേഡ് ചെയ്ത് അങ്ങോട്ട് നമുക്ക് കുറച്ച് ഗ്യാപ്പുകളൊക്കെ കാണും. അപ്പോൾ അങ്ങോട്ട് നമ്മളൊരു ഫോം പോലുള്ള സാധനം കയറ്റി വെക്കും. കയറ്റി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊരു അഡ്ഹസീവ് ടേപ്പ് പോലുള്ള സാധനം വെച്ച് ഒട്ടിച്ചിട്ട് അതൊരു വാക്കത്തിലൂടെ കണക്ട് ചെയ്യും. വാക്കത്തിലൂടെ കണക്ട് ചെയ്താൽ അത് നമ്മൾ ഒരു കുറച്ച് ദിവസം ഒരാഴ്ചയ്ക്ക് ഇരുന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ വൂണ്ടിലുള്ള വെള്ളം മുഴുവൻ വലിച്ചെടുക്കും. വെള്ളം എന്ന് വെച്ചാൽ പഴുപ്പ് മൊത്തം വലിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ കളക്ഷൻ കാണുന്നത് നമുക്കറിയാം. അപ്പം വാക്കം സെക്ഷൻ ആയതുകൊണ്ട് അത് കളക്ട് ചെയ്യാനുള്ള സാധനം അതിനകത്തുണ്ട്. വാക്കം അപ്പോൾ കറണ്ടെ കുത്തി വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബാറ്ററിയെ കുത്തി വർക്ക് ചെയ്യുന്നതാണ്. അതിപ്പം നമ്മളൊരു പ്രഷർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പ്രഷർ അവിടെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് പഴുപ്പ് പെട്ടെന്ന് നമ്മൾ എല്ലാ ദിവസവും ഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഡിബ്രേഡ് ചെയ്ത് വലിയൊരു ഏരിയ ഉണ്ട്, നല്ല ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ ഈ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി വെച്ച് കൊടുക്കുകയാണെങ്കിൽ, വാക്കം ഉപയോഗിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ പഴുപ്പ് കുറയാനും വൂണ്ട് പെട്ടെന്ന് ഹീൽ ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് ഗ്രാനുലേഷൻ ടിഷ്യൂവും വരാം. ഗ്രാനുലേഷൻ അതായത് നമ്മൾ പ്രോപ്പർ കുഴിഞ്ഞു കിടക്കുന്ന ടിഷ്യൂക്ക് ആണെങ്കിൽ പെട്ടെന്ന് ഹെൽത്തി ടിഷ്യൂ ഗ്രോ ചെയ്ത് വരാനും സാധിക്കും. ആദ്യം നമുക്ക് പഴുപ്പ് മാറണം. അപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഈ വലിയ മുറിവേന്ന് വലിയൊരു ഏരിയ, ലാർജ് ഏരിയ ആയതുകൊണ്ട് അത് ചെയ്യും. നമുക്ക് ലാർജ് ഏരിയ ഒരുപാട് നമുക്ക് സ്കിൻ ഗ്രാഫ്റ്റൊക്കെ വെക്കാം, അലോഗ്രാഫ്റ്റ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് ആദ്യം ഈ പഴുപ്പുള്ളതുകൊണ്ട് ഈ പഴുപ്പ് ഇപ്പോൾ ആൻറ്റിബയോട്ടിക് ഉണ്ട്, ഷുഗർ കൺട്രോൾ ഉണ്ട്. എന്നിരുന്നാൽ പോലും വലിയൊരു ഏരിയ ആകുമ്പം അപ്പോൾ നല്ല രീതിയിൽ ഡിസ്ചാർജ് ഉള്ളപ്പം ഈ പഴുപ്പ് കുറയണമെങ്കിൽ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി മാത്രമേ നമ്മൾ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതൊരു പുതിയ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണ്. അത് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത്, വീടുകളിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ടെക്നീഷ്യൻ വന്നിട്ട് മെഷീനായിട്ട് വന്നിട്ട് അത് ഡിബ്രേഡ് ചെയ്ത വൂണ്ടിൽ നമ്മൾ ഈ ഫോം പോലുള്ള സാധനം അല്ലെങ്കിൽ ജെൽ പോലുള്ള സാധനം വെച്ചിട്ട് അഡ്ഹസീവ് ടേപ്പ് നമ്മളൊരു വാക്കം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മെഷീൻ ഘടിപ്പിക്കാറുണ്ട്. അവർ തന്നെ വന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യും, ഇടയ്ക്ക് പ്രഷർ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പം ഇതിനകത്ത് നമുക്ക് ഓക്സിജൻ്റെ അളവ് കയറിയിട്ട് കിട്ടില്ല. കാരണം നമ്മൾ നെഗറ്റീവ് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങോട്ട് ഓക്സിജൻ സപ്ലൈ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ദീർഘകാലം വെക്കാറില്ല. നമ്മൾ ഒരാഴ്ച 2 ആഴ്ച ഒക്കെ വെച്ചിട്ട് നമ്മളത് ഇടയ്ക്ക് തുറന്നു വിട്ടിട്ട് നമ്മൾ അസസ് ചെയ്യും. എങ്ങനെയുണ്ട് ഡിസ്ചാർജ്, ഇപ്പോൾ എങ്ങനെയുണ്ട്, പഴുപ്പ് കുറഞ്ഞിട്ടുണ്ടോ, ന്യൂ ടിഷ്യൂ ഗ്രാനുലേഷൻ വളരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് വെക്കേണ്ട ആവശ്യമില്ല. ഒരു കുറച്ച് പീരീഡ് സാധാരണ ഹോസ്പിറ്റലിൽ നമ്മൾ ഒത്തിരി ദിവസം കിടക്കേണ്ടതുള്ളതാണ്. നമ്മൾ ഈ മെഷീൻ സെറ്റ് ചെയ്തിട്ട് വാക്കം തെറാപ്പി അല്ലെങ്കിൽ നെഗറ്റീവ് തെറാപ്പി സെറ്റ് ചെയ്തിട്ട് വീടുകളിലേക്കാണ് അയക്കുന്നത്. അപ്പം ടെക്നീഷ്യൻ ഇടയ്ക്ക് വീട്ടിൽ പോയി ചെക്ക് ചെയ്യും, പ്രോപ്പറായിട്ടാണ് ഇരിക്കുന്നത്, അത് നമ്മൾ കളക്ഷൻ വരുന്നുണ്ടോ, അത് എടുത്ത് കളയണം, അല്ലെങ്കിൽ അത് കൾച്ചറിന് വിടണം, എത്രത്തോളം അളവുണ്ട്, അത് കുറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ച് കുറച്ച് ദിവസം വെച്ചു, 10 ദിവസം വെച്ചു, പിന്നെ അതിനകത്ത് കാര്യമായിട്ട് പശു വരുന്നില്ല അല്ലെങ്കിൽ ഡിസ്ചാർജ് ഇല്ലെങ്കിൽ നമ്മളത് മാറ്റണം. ചുമ്മാ വെച്ചുകൊണ്ടിരുന്ന് അങ്ങോട്ട് ഓക്സിജനേഷൻ കുറയും, ടിഷ്യൂ വീണ്ടും മോശമാകാൻ ചാൻസ് ഉണ്ട്, വൂണ്ട് വീണ്ടും. അപ്പം ഇത് മെയിൻവെയർ നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നു, ഡയറ്റ് ശ്രദ്ധിക്കുന്നു, ഷുഗർ നോക്കുന്നു, മോണിറ്റർ ചെയ്യുന്നു, ഡയബറ്റോളജിസ്റ്റിനെ കാണുന്നു. ഈ ഒരു മെത്തേഡും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നേ ഉള്ളൂ. ഓക്സിജൻ തെറാപ്പി പോലെ തന്നെ. അപ്പോൾ ഈ ടിഷ്യൂ ഹീലിങ്ങിന് വേണ്ടി ഈ ഡിസ്ചാർജ് കണ്ടുപോകാനും പഴുപ്പുള്ള വലിയ ഡിബ്രേഡ് വലിയ വൂണ്ടിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ കാല് മൊത്തത്തിലുണ്ട്, അല്ലെങ്കിൽ കാലിൻ്റെ ഒരു സൈഡ് അടിഭാഗം മൊത്തത്തിലുണ്ട്, അല്ലെങ്കിൽ മുൾഭാഗം മൊത്തത്തിലുണ്ട്. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ഈ നെഗറ്റീവ് പ്രഷർ വൂണ്ട് തെറാപ്പി അല്ലെങ്കിൽ വാക്കം തെറാപ്പി ഉപയോഗിക്കുന്നത്. അത് ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്, വീടുകളിൽ അസൗകര്യം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് പ്രോപ്പർ ടെക്നീഷ്യന്മാരുണ്ട്. നമ്മൾ ബൈപ്പാപ്പൊക്കെ പോലെ തന്നെ ഇവർ ഈ മെഷീനായിട്ട് വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. അതിനൊക്കെ കോസ്റ്റ് വരുന്നതാണ്. 10,000-6,000 രൂപ ഒക്കെ അവർ ചാർജ് ചെയ്യും, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വെക്കുന്നതിന്. ആ മെഷീൻ്റെ റെൻ്റ് ഉൾപ്പെടെയാണ്, അവർ സർവീസ് ചാർജ് പ്ലസ് മെഷീൻ റെൻ്റാണ്. അത് നമ്മൾ മെഷീൻ മേടിക്കണത് തന്നെ ഒരു 1,00,000 രൂപ 2 ലക്ഷം രൂപ ഒക്കെ വരുന്ന മെഷീനാണ്. അത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഡയബറ്റിക് പൊടിയാട്ടി ഉള്ളിടത്ത് അല്ലെങ്കിൽ
ഡയബറ്റിക് ഫുൾ ക്ലിനിക്കുകളിൽ ഡയബറ്റിക് കേസ് അൾസർ മാനേജ് ചെയ്യുന്നിടത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ മെഷീൻ ഉണ്ട്. അത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാറുണ്ട്. കുറച്ച് ദിവസത്തിനായിട്ട് ഉപയോഗിക്കും, ഒരാഴ്ചയ്ക്ക് ഉപയോഗിക്കും. പക്ഷേ പേഷ്യൻറ്റിന് നമ്മൾ ഇൻ ഹോസ്പിറ്റലാകുമ്പോൾ അതിൻ്റെ എക്സ്പെൻസുകൾ വരുന്നുണ്ട്. മെഷീൻ സെറ്റ് ചെയ്തിട്ട് ഡിബ്രൈഡ് ചെയ്തിട്ട് നമ്മൾ ആ മെഷീൻ വെച്ച് വിടാറാണ് യൂഷ്ണം. അപ്പോൾ അതിനാണ് നമുക്ക് സർജിക്കൽ സെയിലാണ് കോൾ ചെയ്യുന്നത്. പോളിയാർട്ടിയിലും സർജിക്കൽ സെയിൽ. അപ്പോൾ സർജന്മാർ യൂഷ്വലി വലിയ കൊണ്ട് ആ നെക്രോട്ടിക് ടിഷ്യൂ എല്ലാം ഡിബ്രൈഡ് ചെയ്ത് കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കിയിട്ട് ഈ വാക്കം ഫിറ്റ് ചെയ്ത് വിടാറുണ്ട്, വാക്കം തെറാപ്പി ചെയ്യാറുണ്ട്. അത് പെട്ടെന്ന് മുറിവ് കരിയാനും ഗ്രാനുലേഷൻ ടിഷ്യൂ ഉണ്ടാകാനും നമുക്ക് കാല് പെട്ടെന്ന് ആംപുട്ടേഷനിലേക്ക് പോകാതെ കാല് സേവ് ചെയ്ത് രണ്ട് കാലിലും നല്ല സുഖമായിട്ട് മുന്നോട്ട് നടന്നു നീങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പുതിയ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റാണിത്. ഇത് നമുക്ക് ഹോസ്പിറ്റലുകളുണ്ട് ഇപ്പം നിലവിൽ. അപ്പം നമ്മൾ വലിയ മുറിവ് മിക്കവാറും സർജിക്കൽ സൈഡാണ്. സർജൻ അത് ഡിബ്രൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സാധാരണ നമുക്ക് ചുമ്മാ ഡിസ്ചാർജ് ഉണ്ട്, അത് ക്ലിയർ ചെയ്താൽ വെച്ചിട്ട് ഒരു പ്രയോജനമില്ല. അപ്പം നല്ല രീതിയിൽ അത് മോശമായുള്ള സാധനങ്ങളൊക്കെ ടിഷ്യൂ പോയ ടിഷ്യൂ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എല്ലാം ക്ലീൻ ആക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പം പ്രോപ്പർ ആൻറ്റിബയോട്ടിക് കവർ വേണം, അതുകൂടെ ഷുഗർ കൺട്രോൾ വേണം. അതുകൂടാതെ ഈ വാക്യൂം തെറാപ്പി ഉപയോഗിക്കുമ്പോൾ മാത്രമേ മുറിവ് കരിയുള്ളൂ. താങ്ക് യു.